കണ്ടന്റ് കണ്ടെത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ വണ്ടിയുടെ സൈഡിലായിരിക്കുള്ളൂ യാത്ര ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞാൽ അപ്പോൾ ഈ പോണ വഴിയിൽ തന്നെ എൻ്റെ വീഡിയോകൾ നിങ്ങൾ കണ്ട മിക്കവാറും കാണാം ഈ യാത്രയുടെ ഇടയിൽ കാണുന്ന കാഴ്ചകൾ. അത് പക്ഷേ 1000 ആൾക്കാർ കണ്ടാലും അതിൻ്റെ പുതുമ കാണില്ലേ. പക്ഷെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ അതിലെന്തെങ്കിലും വ്യത്യസ്ത പുതുമ കാണും. അപ്പോൾ നമ്മളത് ജനങ്ങളിലേക്ക് എത്തിക്കും. ഈ നിൽക്കുന്ന സ്ഥലത്ത് പോലും നമുക്ക് കണ്ടന്റുകൾ ഉണ്ടാക്കാനായിട്ട് ഒരു പ്രശ്നമില്ലാന്ന്. അത് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതെ, പിന്നെ കണ്ടന്റ് അവിടെ ഉണ്ട്, അത് കാണുന്ന കണ്ണാണ് വ്യത്യസ്തമാണ്. അത് ഞാൻ പറയും, ഞാൻ ചില വീഡിയോകളൊക്കെ എടുത്തതിന് വന്നു പറയും, ജോബി ഞങ്ങൾ എത്ര വട്ടം അതിൽ പോയിട്ടുള്ളതാ, ഞങ്ങൾക്ക് അതിനൊരു പുതുമ തോന്നുന്നു. പക്ഷെ വീഡിയോ എടുത്ത് ഔട്ടായിട്ട് വരുമ്പോൾ ആൾക്കാർ വിചാരിക്കും അത് എന്ത് രസമാണ്. അതൊക്കെ അല്ല, നമുക്ക് വേണ്ടത് ഇവിടെ ഉണ്ട്. അത് കണ്ടെത്താൻ നമുക്കൊരു കണ്ണുണ്ടാവും. അതുണ്ടാവണം. പിന്നെന്ന് പറയാൻ പണ്ടത്തെ പോലെ ഒന്നല്ല, യൂട്യൂബേഴ്സ് ഇഷ്ടമാരിയായി. കാരണം പണ്ടൊക്കെ ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബിൽ നിന്നൊക്കെ നമുക്ക് വരുമാനം ഉണ്ടായിരുന്നു. ഇന്നൊക്കെ അതിന്റെ 10% പോലും ഇല്ല. ഭയങ്കര ഇപ്പത്തെ അവസ്ഥയൊക്കെ മോശം. പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ തുടങ്ങുക, എന്താ പറയാ, നിങ്ങൾ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ തുടങ്ങിയിടുക, അതിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. അതിൽ നിന്നുള്ള റവന്യൂ ഒന്നും പ്രതീക്ഷിക്കണം.